لا خير في كثير من نجواهم لا خير റോഇന് തർക്കീക്ക് ചെയ്യേണ്ട സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഖത്മുൽ ഖുർആന്റെ 49ാമത്തെ ക്ലാസ് ആണ്. വിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ഏതൊരാൾക്കും പ്രായവ്യത്യാസമില്ലാതെ മുതിർന്നവർക്കും ഒക്കെ പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള, പ്രത്യേകിച്ച് നമ്മൾ മുതിർന്ന ആളുകൾക്ക് വേണ്ടിയുള്ള, നമ്മളൊക്കെ സാധാരണയായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. എങ്കിലും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു പഠിച്ച ലെവലിലൂടെ ഇങ്ങനെ ഓതിപ്പോവാറാണ് പതിവ്. അപ്പോൾ നമുക്ക് കഴിവിൻ്റെ പരമാവധി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഇപ്പോൾ പ്രായത്തിൻ്റെ പ്രായം ആയതുകൊണ്ട് കുട്ടികളെ പോലെ അല്ലല്ലോ, കൂടുതൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ആളുകളും കൂടിയാണല്ലോ. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, ഓതിയിട്ട് നമ്മുടെ കൂടുതൽ പ്രാവശ്യം അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് അത് ഉറപ്പിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖത്മുൽ ഖുർആന്റെ ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ് കേൾക്കുന്നതിന് കൂടെ ആവർത്തിക്കുക, വീണ്ടും ആവർത്തിക്കുക. നമ്മൾ എത്ര ആവർത്തിക്കുന്നുവോ അത്രയും പ്രാവശ്യം നമുക്ക് അതുകൊണ്ടുള്ള ഗുണം നമുക്കുണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ ക്ലാസ് ആണ്. കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താല്പര്യമുള്ളവർ താഴെയുള്ള ജോയിൻ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൻ നിസായിലെ 114ാമത്തെ ആയത്താണ്. 49ാമത്തെ ക്ലാസ് ആണ്. മുമ്പുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ വാട്സപ്പ് ക്ലാസ്സുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കേൾക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതൊക്കെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ, പ്രത്യേകിച്ച് മുതിർന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മമാരുണ്ടാവും, ഉപ്പമാരൊക്കെ ഉണ്ടാവും. നമ്മുടെ ഒരുപാട് പ്രായമുള്ള ആളുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഞാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഒന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനോ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ ഒന്ന് കോൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നതായിരിക്കും. നമ്മൾ അയക്കുന്ന ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് നഷ്ടപ്പെടാതെ ഓരോന്നോരോന്നായിട്ട്, കാരണം വീണ്ടും പറയുന്നത് ഒരുപാട് ആളുകൾ അതിൻ്റെ ഇടയിലുള്ള ക്ലാസ് കിട്ടിയിട്ടില്ല, 45ാമത്തെ ക്ലാസ് വന്നില്ലല്ലോ, 46ാമത്തെ ക്ലാസ് വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് ഉപകാരപ്പെടും എന്ന് ആദ്യമായിട്ട് ഉണർത്തുകയാണ്. ചെറിയ ക്ലാസ്സേ ഉണ്ടാവുകയുള്ളൂ വാട്സപ്പിലൊക്കെ. അതുപോലെ തന്നെ യൂട്യൂബിലുള്ള ക്ലാസ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന ഒരു മാർഗവും അതുപോലെ തന്നെ ചെറിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് വാട്സപ്പിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒറ്റ ക്ലാസ് തന്നെ മതി നമ്മുടെ ഖുർആന്റെ ഓത്തൊക്കെ ഒരു പഴയ ഓത്തിൽ നിന്ന് ഒന്ന് മാറ്റി പുതിയ ഒരു ഓത്തിലേക്ക് വരാൻ അല്ലാഹു തആല മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا خير في كثير من نجواهم إلا من أمر بصدقة لا خير. നിർത്തുന്ന സമയത്ത് അവസാനം അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക, തൻവീൻ ഫത്ത് ആണെങ്കിൽ തൻവീൻ ഫത്ത് കൊടുക്കുക, ഹാത്ത ആണെങ്കിൽ സുക്കൂനുള്ള ഹ ആയിട്ട് മാറ്റുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ റ ആണ്, റാന്റെ സുക്കൂൻ ചെയ്യണം, കാരണം തൻവീൻ ഫത്ത് ഇല്ല, നീട്ടാനില്ല, ഹാത്താവുമില്ല. ലാ ഖൈർ, പിന്നെ പറയേണ്ടത് ലാ ഖൈർ എന്നല്ലേ, അല്ല, റാഇന് തർക്കീക്ക് ചെയ്യേണ്ട സ്ഥലമാണ്. ഇവിടെ ഒരു കാര്യം ചെയ്യേണ്ടത്, ഒന്ന് സുക്കൂൻ ചെയ്യണം. നിർത്തുന്ന സമയത്ത് റാഇന് സുക്കൂൻ ചെയ്യുക, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിർത്തുന്ന സമയത്ത് റാഇന് സുക്കൂന് മുമ്പ് യാ ആയതുകൊണ്ട് യാഇന് സുക്കൂനാണ്. അവിടെ സുക്കൂന്റെ ചിഹ്നം വരികയും അതിന്റെ മുമ്പ് ഫത്ഹ് ആവുകയും ചെയ്യുമ്പോൾ 2 കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന് അവിടെ തർക്കീക്ക് വരുന്നതാണ് അല്ലേ. റാഇന് സുക്കൂന് റാഇന്റെ വിഷയമാണ്. റാ അല്ലെങ്കിൽ റാ അല്ലാത്ത ഒരു അക്ഷരമാണ് അവിടെ വരുന്നതെങ്കിൽ അവിടെ മദ് ലീന് വരുന്നതാണ്. മദ് ലീന് റാ ആയാലും അല്ലെങ്കിലും അവിടെ മദ് ലീന് വരും. മദ് ലീന് ഏതക്ഷരമായാലും വരും. അവിടെ എന്താണ്,
കാരണം എന്താ, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്, തൊട്ട് മുമ്പ് യാന് സുക്കൂന് അല്ലെങ്കിൽ വാവിന് സുക്കൂന്, അതിന് മുമ്പ് ഫത്ഹ് ആവുകയാണ് അല്ലെ. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്, ഇവിടെ റ ആണ്, റാന് സുക്കൂന് അല്ലെ. മുമ്പത്തേന് പിന്നെ സുക്കൂന് ഉള്ള യാ വരിക അല്ലെങ്കിൽ സുക്കൂനുള്ള വാവ് വരിക, സുക്കൂന്റെ ചിഹ്നം അവിടെ ഉണ്ടാവും. അതിന് മുമ്പ് ഫത്ത് ആവുകയും ചെയ്താൽ മദ് ലീന് വരും. അപ്പൊ ഒരല്പം നീട്ടാം, ചെറിയ ഒരു അലിഫിന്റെ ഖദർ, ഖൈർ, ഖൈർ എന്നല്ല ഖൈർ എന്ന് പറഞ്ഞിട്ട് പിന്നെ നീട്ടുക. ആ നീട്ടുന്നതിന്റെ പേരാണ് മദ് ലീന്. മദ് ലീന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഖൈർ നിർത്തുകയാണെങ്കിൽ, നിർത്തുക പ്രത്യേകിച്ച് നമ്മൾ ശ്വാസം വിടുന്ന സമയത്ത് നിർത്തുന്ന സ്ഥലങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ലാ ഖൈർ, ഉദാഹരണത്തിന് ബൈത്ത്, 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 അവിടെ നിർത്തുമ്പോൾ ബൈത്ത്, അതിന് സുക്കൂന്, തൊട്ട് മുമ്പ് യാന് സുക്കൂന്, അതിന് മുമ്പ് ഫത്ത്. ഇങ്ങനെയുള്ള ഏത് പദങ്ങൾ വന്നാലും അവിടെ മദ് ലീനാണ് വരിക. ആ മദ് ലീന് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, റാഇന് സുക്കൂന്, റാഇന്റെ നിയമം പറയുന്നത് റാഇന് സുക്കൂന് മുമ്പ് സുക്കൂനുള്ള യാ വരിക. അവിടെ സുക്കൂനുള്ള യാ വരുന്നാല് അല്ലെ അതിന് മുമ്പ് ഫത്ത് ആവുകയും ചെയ്യാം. ഇങ്ങനെയുള്ള സ്ഥലത്ത് റാഇന് തഫ്ഖീം അല്ല, തഫ്ഖീം എന്ന് പറഞ്ഞാൽ വായ നിറച്ച് പറയാം, റോ എന്ന് പറയാം. അർ എന്നാണ് തഫ്ഖീമായിട്ട് പറയുന്ന രൂപം അല്ലെ. റോ, റു, അർ, ഇതാണ് വായ നിറച്ച് പറയുന്ന രൂപം. ഇനി തർഖീഖ് ചെയ്യുന്ന രൂപം ഖൈർ എന്ന് പറയുന്നതിന് പകരം ഖൈർ, ഖൈർ, ലാ ഖൈർ. അപ്പോ ഖൈർ ആ രൂപത്തിൽ പറയാം. അതാണ് തർഖീഖ് ചെയ്യേണ്ട സ്ഥലം. അപ്പോൾ അവിടെ നിർത്തുമ്പോൾ അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഓതുമ്പോൾ തുടക്കത്തിൽ തന്നെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. അപ്പം ഇനി പിന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ ഒന്ന് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും ഈ വിഷയം പറയുന്നത്. ലാ ഖൈർ നിർത്തുന്നില്ല എങ്കിൽ ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, ല്ലേ റാഇന് ഫത്ഹ് വന്നാൽ പിന്നെ തഫ്ഖീമായി വായ നിറച്ച് വരും. ലാ ഖൈറ, റ, ലാ ഖൈറ ഫീ കസീരിൻ, അവിടെ തർഖീഖ് ചെയ്യണം. റാഇന് കസ്ർ വന്നു. റാഇന് കസ്ർ ഏത് സമയത്ത് വന്നാലും തർഖീഖ് ചെയ്യണം. കസീറിൻ എന്ന് പറയാതെ കസീരിൻ, ഇതാണ് തർഖീഖ് എന്ന് പറഞ്ഞാൽ ലഘുവാക്കി പറയാം. അപ്പോ തർഖീഖ് ആക്കാൻ രണ്ട് സ്ഥലം ഇപ്പോ പറഞ്ഞു. ഒന്ന് റാഇന് കസ്ർ വന്നാൽ തർഖീഖ് ചെയ്യണം. അതുപോലെ തന്നെ റാഇന് സുക്കൂന് മുമ്പ് യാഇന് സുക്കൂന് അതിന് മുമ്പ് ഫത്ഹ് ആവുകയും ചെയ്താൽ റാഇന് തർഖീഖ് ചെയ്യണം അല്ലേ. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങള് പിന്നെയുള്ള സ്ഥലം നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് പറയാന്നിട്ട് പറയാം. നമ്മൾ മുമ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ റാഇന് ഫത്ഹ് ലമ്മ് വന്നാല് തഫ്ഖീം ചെയ്യണം. അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോ ഈ രണ്ട് സ്ഥലത്ത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, നൗമി, നൂന്, വാവ്, മീം, യാ നിയമങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖഹ, إلا من أمر بصدقة أو معروف أو إصلاح بين الناس أو إصلاح بين الناس. من ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ ഓർമ്മയിലുണ്ടാകണം. ഹംസ, ഐന്, ഗൈന്. ഒന്നെങ്കിൽ തൻവീന്റെ ശേഷം ഈ 6 അക്ഷരങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഈ 6 അക്ഷരങ്ങൾ വന്നാൽ. സുക്കൂനുള്ള നൂന് എന്ന് പറഞ്ഞാൽ ചിഹ്നമുണ്ട്, സുക്കൂനുണ്ട് ചിഹ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചിഹ്നം ഉണ്ടാവില്ല. അതാണ് സുക്കൂനുള്ള നൂന്. അപ്പൊ അതിനുശേഷം അല്ലേ, പ്രത്യേകിച്ച് ഖുർആനിൽ എന്തുണ്ടാവും, സുക്കൂൻ ഉണ്ടാവും. ഇദ്ഹാറിന്റെ അക്ഷരമാണ് ശേഷമുള്ളതെങ്കിൽ സുക്കൂന്റെ ചിഹ്നം അവിടെ കൊടുത്തിട്ടുണ്ടാവും. തൻവീൻ ഉണ്ടാവില്ല. തൻവീന്റെ ശേഷം പിന്നെ ഈ 6 അക്ഷരങ്ങൾ വന്നാൽ അവിടെയും എന്ത് ചെയ്യണം, ഇദ്ഹാർ ചെയ്യണം. മൻ അവിടെ കണ്ടില്ലേ, ഇദ്ഹാറുള്ള സ്ഥലത്ത് സുക്കൂനുള്ള നൂനിന്റെ ചിഹ്നം അവിടെ ഉണ്ടാവും.
സുക്കൂനുള്ള നൂനിന്റെ ചിഹ്നം അവിടെ ഉണ്ടാവും മൻ. കാരണം എന്താണ്? സുക്കൂനിന്റെ ചിഹ്നം വന്നു, കാരണം അത് വെളിവാക്കേണ്ട സ്ഥലമാണ്. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക. അപ്പൊ മൻ നൂന് വെളിവാക്കണം. നൂന് എല്ലാ സ്ഥലത്തും വെളിവാക്കൂല, തൻവീൻ എല്ലാ സ്ഥലത്തും വെളിവാക്കൂല. അപ്പൊ അതിന്റെ ചില അക്ഷരങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നൂനിന്റെ ശേഷം ഈ 6 അക്ഷരങ്ങൾ ഏതാണ് അക്ഷരങ്ങൾ? ഹംസ. ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ. ഹംസ, ഹ, ഹ, ഖ, ഐന്, ഓയിന്, ഈ 6 അക്ഷരങ്ങൾ വന്നാൽ മൻ, അമറ, അതിന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മൻ എന്ന് വ്യക്തമാക്കി പറയുക, അതാണ് ഇദ്ഹാർ. മൻ അമറ ബി സ്വദഖത്തിൻ, വെളിവാക്കി. എന്തേ കാരണം? വെളിവാക്കി എന്തേ കാരണം? ശേഷമുള്ളത് ഹംസയാണ്. ഔ മഅറൂഫിൻ, ഔ, അവിടെ എന്താണ്? തൻവീന് ശേഷം ഹംസ വന്നു, ഇദ്ഹാർ ചെയ്യണം. ഔ ഇസ്ലാഹിം ബൈനന്നാസ്, അവിടെ തൻവീന് ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. തൻവീന് ശേഷം ബ വന്നാൽ ഇഖ്ലാബാണ്. ആ മീമിന്റെ ചിഹ്നമുള്ളത് എന്താണ് എന്ന് സംശയിക്കണ്ട. ആ തൻവീനിന്റെ സ്ഥാനത്ത് മീമ് കൊടുത്തു. അപ്പോ ഇസ്ലാഹിന് എന്ന് പറയാതെ ഇസ്ലാഹിം, ഇസ്ലാഹിം ബൈനന്നാസ്, ആ രൂപത്തിൽ ഓതാൻ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ്. ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. തൻവീൻ ഫത്ഹ നേരത്തെ പറഞ്ഞു. തൻവീൻ ഫത്ഹ ആണെങ്കിൽ അലിഫ് കൊടുത്തിട്ടാണ് നിർത്തേണ്ടത്. അളീമ, അജ്റ, അജ്റ, അജ്റൻ അളീമ. തൻവീന് ശേഷം ഐൻ ഒന്ന് ഇദ്ഹാർ ചെയ്യണം. അജ്റൻ എന്ന് വ്യക്തമാക്കാനുള്ള കാരണം ശേഷമുള്ള ഐനായതുകൊണ്ട്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്സദഖ, إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. ومن يشاقق الرسول من بعد ما تبين, കാരണം നൂന് വാവ് മീമ് യാ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്. നൂനിന്റെ ശേഷം നൂന് വാവ് മീമ് യാ. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ മുമ്പുള്ള തുടക്കത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുക. അത് നമ്മൾ ചാനൽ പരിശോധിക്കുക. അത് കിട്ടാത്ത ആളുകൾ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ അയച്ചു തരുന്നതായിരിക്കും. അത് ക്ലാസ് കേട്ട വളരെ വ്യക്തമായിട്ട് ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ മനസ്സിലാവും. അതുകൊണ്ടാണ് ആദ്യം അത് പറയുന്നത്. ومن يشاقق الرسول من بعد ما تبين له الهدى. വമൻ എന്ന് പറയരുത്. നൂനിന്റെ സൗണ്ട് വോയിസ് അവിടെ വരാൻ പാടില്ല. ومن يشاقق الرسول, കാരണം എന്താ? നൂന് വാവ് മീമി ആണ് നൂനിന്റെ ശേഷം വന്നതെങ്കിൽ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. വമയ്യു പറഞ്ഞ പറയുമ്പോൾ വമയ്യു ശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യൻ, മിൻ എന്നുള്ളതിന് ശേഷം ബായതുകൊണ്ട് നൂനിന്റെ ശേഷം ബായതുകൊണ്ട് നൂനിന്റെ സ്ഥാനത്ത് മീമാക്കി കൊടുക്കണം. മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ. ഹൽക്കിന്റെ തൊണ്ടയുടെ കഴുത്തിന്റെ മധ്യഭാഗത്തു നിന്നാണ് വരേണ്ടത്. എന്നുള്ള മേലെ മുകൾ ഭാഗത്ത് നിന്ന് ما تولى ونصليه جهنم وساءت مصيرا. തൻവീൻ ഫത്താണ്. വസാഅത്, സാഅ നീട്ടാൻ വന്നു. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ അതേ വാക്കിലാണ് വന്നത്. സാഅ ഒറ്റ വാക്കാണ്, അത് മുത്തസിലാണ്. കൂടുതൽ നീട്ടണം. വസാഅത് മസീറാ.
ഒന്നുകൂടെ ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا ما تولى ما تولى ونصله هي എന്നുള്ളത് നിർത്തിയാൽ മതി, ലാമ് നീട്ടണ്ട. ونصله جهنم وساءت مصيرا 116 إن الله لا يغفر أن يشرك به ويغفر ما دون ذلك ويغفر നിർത്തുകയാണെങ്കിൽ ويغفر റു എന്നാണുള്ളത്. നിർത്തുമ്പോൾ റാഇന് സുക്കൂൻ ചെയ്യണം. തൻവീൻ ഫത്ത് അല്ല, ലമ്മാണ്. തൻവീൻ ഫത്ത് ആകുമ്പോൾ അല്ലെങ്കിൽ നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ നീട്ടേണ്ടതുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുക്കണം. വയഗ്ഫിർ എന്ന് പറയണം. വയഗ്ഫിർ എന്ന് പറയാതെ വയഗ്ഫിർ എന്ന് പറയാൻ കാരണം റാഇന് സുക്കൂൻ വന്നു, തൊട്ട് മുമ്പ് കസറാണ്. കസറാകുമ്പോൾ തർക്കീക്ക് ചെയ്യണം. റാഇന് സുക്കൂന് മുമ്പ് കസർ ആണെങ്കിൽ തർക്കീക്ക് ചെയ്യണം. ഒന്ന് നേരത്തെ പറഞ്ഞു, 2 പറഞ്ഞു, ഇപ്പൊ 3ാമത്തെ റാഇനെ തർക്കീക്ക് ചെയ്യേണ്ട 3 സ്ഥലമായി. നിർത്തുമ്പോഴേ ഉണ്ടാവുള്ളൂ. നിർത്തുന്നില്ല എങ്കിൽ പിന്നെ ലമ്മായിട്ട് വരാം. നൂന് വാവ് മീമിയ മദ്ദ് മുത്തസില് യശാ ومن يشرك റാഇന് കസർ തർക്കീക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞ തന്നെ ومن يشرك بالله فقد ضل ضلالا بعيدا. തൻവീൻ ശേഷം ബ വന്നു. തൻവീൻ ഉണ്ടായത് കൊണ്ടാണ് ആ മീമിന്റെ ചിഹ്നം കൊടുത്തിട്ടുള്ളത്. ആ തൻവീനെ മാറ്റി മീമായി കൊടുത്തു. നമ്മൾ എന്ത് ചെയ്താമേ, വേറെ ഒന്നും ചെയ്യണ്ട, ആ മീമായിട്ട് ഉച്ചരിച്ചാൽ മതി. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഈ സിംബലുകൾ, ഈ ചിഹ്നങ്ങൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ കൊടുത്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ മീമാക്കി കൊടുക്കണം. അതിനു വേണ്ടിയാണ്. ആ മീമിന്റെ വാല് താഴോട്ട് പോയത് കണ്ടില്ല, ആ മീമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വേറെ മീം നേരെ നിവർന്നു നിൽക്കുന്ന മീം വാലുണ്ട്, ആ മീം എന്തല്ല, എല്ലാവർക്കും തിരിയാൻ വേണ്ടിയാണ് മീമിന്റെ രൂപങ്ങൾ പറയുന്നത്. അപ്പോ ആ മീമ് അവിടെ മാറ്റാനുള്ളതല്ല, അത് കുറച്ച് മുകളിലായിട്ട് വരാം. അവിടെ വഖഫിന്റെ സ്ഥലമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഇത് മീമാക്കി മാറ്റണം. ഫഖദ് ളല്ല ളലാലൻ ബഈദാ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാഅ ومن يشرك بالله فقد ضل ضلالا بعيدا إن يدعون من دونه إلا إناثا وإن يدعون إلا شيطانا مريدا إن يدعون من دونه إخفاجرا من دونه إلا إناثا وإن يدعون إلا شيطانا مريدا إن يدعون من دونه إلا إناثا وإن يدعون إلا شيطانا مريدا ലഅനഹുല്ലാഹ്. നേരത്തെ പറഞ്ഞല്ലോ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ ചെയ്യണതിന് കുഴപ്പമില്ല. ലഅനഹുല്ലാഹ്, ആ മീമിന്റെ വാല് നേരെ നിവർന്നു പോയിക്കാണ്. ലഅനഹുല്ലാഹ്, അത് വഖഫ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ലഅനഹുല്ലാഹ്, ഇത് നിർത്തുന്നില്ല എങ്കിൽ ലഅനഹുല്ലാഹു വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂളാ.
മിൻ ഇബ മിൻ ഐന വന്നു ഇദ്ഹാർ ചെയ്യണം. നസീബൻ മഫ്റൂള ശബ്ദുള്ള നൂന് അല്ല ലാമിന് ശബ്ദന്റെ തുടക്കത്തിലായതുകൊണ്ട് ആ ലാമ് ഇല്ല എന്ന് പറയണ്ട. ലാമിന് ശബ്ദില്ലാത്ത ഏത് സ്ഥലത്താണെങ്കിലും ആദ്യത്തെ അക്ഷരത്തിന് നമ്മൾ ശ്വാസം വിട്ട് പിന്നെ ഉച്ചരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മുമ്പുള്ള സ്ഥലത്ത് നിർത്തി ഇനി ഓതുന്ന സമയത്ത് ഇനി അടുത്ത വാക്ക് പറയുന്ന സമയത്ത് പിന്നെ അവിടെ കട്ടി കൂട്ടാൻ പാടില്ല. തുടക്കത്തിലാണെങ്കിൽ തുടക്കം എന്ന് പറഞ്ഞാൽ ഓതുന്നതിന്റെ തുടക്കം എന്നല്ല, നമ്മളൊരു ശ്വാസം വിട്ട് ഇനി ഓതുമ്പോ ഉദാഹരണത്തിന് ശൈത്വാനം മരീദ അവിടെ നിർത്തി ഇനി ഓതുമ്പോ ഇല്ല എന്ന് പറയരുത്. ലഅനഹുല്ലാഹ് ശബ്ദ ഉണ്ടാവൂല, ശബ്ദ ഇല്ലാതെ ഓതണം. പിന്നെ എന്തിനാ ശബ്ദ കൊടുത്തത്? മുമ്പുള്ളതിനോട് ചേർത്ത് ഓതുമ്പോൾ ശൈത്വാനം ഇല്ല ശൈത്വാനം മരീദൻ ലഅനഹുല്ലാഹ് മരീദൻ ലഅനഹുല്ലാഹ് അപ്പോഴാണ് അത് വരുള്ളൂ. لعنه الله وقال لأتخذن من عبادك نصيبا مفروضا. ലാമ് മണിക്കണ്ട, നൂന് മണിക്ക. വലഉദില്ലന്നഹും വലഉമന്നിയന്നഹും വലആമുറന്നഹും വലഉ അവിടെ നീട്ടിയില്ല. കാരണം എന്താ? ആ അലിഫും ഹംസല്ലേ വലഉ കേട്ടില്ലേ? രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് അലിഫിന്റെ മുകളിലാണ് ഊ എന്ന് വന്നിട്ടുള്ളത് അല്ലേ? മറ്റൊന്ന് അലിഫ് ഹംസ കഴിഞ്ഞിട്ടാണ് അലിഫുള്ളത്, ആ ലാമിന്റെ ഇടയിലായിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഹംസ കഴിഞ്ഞതിന് ശേഷം ഒരു അലിഫ് ഉണ്ട്, നീട്ടാനുള്ളതാണ് എന്നർത്ഥം എന്ന് പറയണം. മനസ്സിലായില്ലേ? ഇവിടെ വല ഊന്നുള്ളത് ആണെങ്കിലും വായിക്കേണ്ടെങ്കിൽ വല അമന്നി എന്നാണ് വായിക്കേണ്ടത്. വല അമന്നി. ഇത് രണ്ടാമത്തെ വല ആന്ന് വായിക്കണം. ഒരു അലിഫിന്റെ ഹംസക്ക് ശേഷമാണ് അലിഫുള്ളത്, അതിന്റെ ഇടയിൽ വന്ന പിന്നെ ആ എന്നാണ് വായിക്കേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വല ഉമന്നിയന്നഹും വല ആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനൽ അൻആം ولآمرنهم فليغيرن خلق الله ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا. ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا. وليا إدغام بغن نومي من دو إخفاء جنا فقد خسر خسرانا إدغام بغن يعني ولأضلنهم ولأمنينهم ولآمرنهم فليبتكن آذان الأنعام ولآمرنهم فليغيرن خلق الله ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا. يعظهم ويمنيهم وما يعظهم الشيطان إلا غرورا. മീമിന്റെ നിയമങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മീമിന്റെ ശേഷം സുക്കൂനുള്ള മീമ്, സുക്കൂനുള്ള നൂന് നേരത്തെ പറഞ്ഞു. സുക്കൂനുള്ള മീം എന്ന് പറഞ്ഞാൽ മീമിന്റെ ശേഷം മീമ് തന്നെ വന്നാൽ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കും, ഒരു മീമായിട്ട് ഉച്ചരിക്കും. രണ്ട് മീമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒറ്റ മീമായിട്ടേ ഉച്ചരിക്കുള്ളൂ. രണ്ടാമത്തെ മീമ് ഉച്ചരിക്കുള്ളൂ. അതിനെ കുറച്ച് കട്ടി കൊടുക്കണം, മണിക്കുകയും ചെയ്യാം എന്ന് പറയാം.
മീമിന്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കുക, ആ രൂപത്തിൽ പറയാം. ബാക്കി ഏത് വന്നാലും ഇം എന്ന് വ്യക്തമായിട്ട് പറയുന്നത് പോലെ പറയുക. വയഇദുഹും വയുമന്നീഹിം, അവിടെയൊക്കെ മീമ് വ്യക്തമായി വായ പൂട്ടിയിട്ട് ചുണ്ട് പൂട്ടിയിട്ട് വ്യക്തമാക്കി പറയുക. ശേഷമുള്ളത് 26 അക്ഷരങ്ങളിൽപ്പെട്ട ഏതക്ഷരം വന്നാലും മീമും ബഅുമല്ലാത്ത ബാക്കി ഏതക്ഷരം വന്നാലും മീമ് വ്യക്തമായിട്ട് പറയുക. യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവര് ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് കേൾക്കാം എന്ന ഉദ്ദേശത്തിൽ ആരും നിൽക്കാതിരിക്കലാണ് നല്ലത്. നമ്മൾ തുടക്കത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നിർബന്ധമായിട്ടും കേൾക്കുക. അത് കേൾക്കുമ്പോഴേ ഒന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ബാക്കിയുള്ള ക്ലാസ്സുകൾ ഖത്മുൽ ഖുർആൻ തീർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മുടെ കൂടെ ബാക്കിയുള്ളതും കേൾക്കുക. നിർബന്ധമായിട്ടും തുടക്കത്തിലുള്ള ക്ലാസ് കേൾക്കുക, അതൊന്ന് ശ്രദ്ധിക്കണം. يعدهم ويمنيهم وما يعدهم الشيطان إلا غرورا. تنوين فتح عليه. أولئك مأواهم. أولئك വാവ് ഉച്ചരിക്കൂല. വാവിന്റെ മുകളിൽ ഒരു 0 മാർക്ക് ഉണ്ട്. അത് സുക്കൂനല്ല, സുക്കൂന്റെ ചിഹ്നമല്ല. ആ അക്ഷരം ഉച്ചരിക്കുകയില്ല എന്നതിന് സിമ്പലാണത്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഉലൈക മഅവാഹും ജഹന്നം. ശബ്ദമുള്ള നൂന് ഒന്ന് കണ്ടാൽ എവിടെ കണ്ടാലും ഒന്ന് ജസ്റ്റ് ഒന്ന് മണിക്കുക. മൈൻഡ് ചെയ്യാതെ പോകാൻ പാടില്ല എന്നർത്ഥം. ഒന്ന് കാണുമ്പോൾ ഒരാൾ കാണുമ്പോൾ എന്തായാലും ഒരു ചിരി, ആ ചിരി ഒന്ന് പാസ്സാക്കാം. അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒരു മണിക്കൽ എന്ത് ചെയ്യുക, അത് കൊണ്ടുവരിക. ഉലൈക മഅവാഹും ജഹന്നം വലാ യജിദൂന അൻഹാ മഹീസാ. أولئك مأواهم جهنم ولا يجدون عنها محيصا. والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا وعد الله حقا ومن أصدق من الله قيلا. والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا وعد الله حقا ومن أصدق من الله قيلا. ليس بأمانيكم ولا أماني أهل الكتاب. يا إن سكون الياء إن شدند ഒന്ന് ശ്രദ്ധിക്കുക. ലൈസ അവിടെ ശബ്ദുണ്ട്, ലാമിന് ശബ്ദുണ്ട്, ലാം കൊടുക്കുക, ശബ്ദ കൊടുക്കരുത്. ലൈസ ബിഅമാനിയിക്കും വലാ അമാനിയി അഹ്ലിൽ കിതാബ് മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി من يعمل سوءا يجز به ولا يجد له من دون الله وليا ولا نصيرا. വലിയ ഇദ്ഗാം ബിഗുന്ന നൗമി നൂന് വാവ് മീം നൂന്റെ ശേഷം സുക്കുള്ള നൂന്റെ ശേഷം വാവ് വന്നാൽ മീം വന്നാൽ അല്ലേ, നൂന് വാവ് മീം ഏതക്ഷരം വന്നാലും ഈ 4 അക്ഷരത്തിൽ ഏത് വന്നാലും കൂട്ടി യോജിപ്പിക്കാൻ മണിക്കുക. ലൈസ ബിഅമാനിയിക്കും വലാ അമാനിയി അഹ്ലിൽ കിതാബ്
من يعمل سوءا يجز به ولا يجد له من دون الله وليا ولا نصيرا. ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن. നിർത്തി. തൻവീൻ ഫത്ഹ് അല്ല, തൻവീൻ ലമ്മാണുള്ളത്, അതുകൊണ്ട് സുക്കൂൻ ചെയ്യണം. വഹുവ മുഅ്മിൻ فأولئك يدخلون الجنة ولا يظلمون نقيرا. ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا. تنوين فتعنا. ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا. ولله ما في السماوات وما في الأرض وكان الله بكل شيء محيطا. ഒന്ന് ലെവലൊന്ന് മാറ്റി നോക്കി. ഒന്ന് സാവകാശം, ഒന്ന് അക്ഷരങ്ങളൊക്കെ ശുദ്ധിയോടുകൂടെ മണിക്കാള സ്ഥലത്തൊക്കെ ഒന്ന് മണിച്ച്, അല്ലേ? വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് وكان الله بكل شيء محيطا. മണിക്കുന്ന സ്ഥലത്തൊന്നും നമ്മൾ പിഷ്ക് കാണിക്കണ്ട, ഓവറായിട്ട് മണിക്കണ്ട. അങ്ങനെ പറയണ്ട, ഒന്ന് പ്രസ് ചെയ്യാ മണിക്കുക. ബികുല്ലി ശൈഇൻ മുഹീതാ. ويستفتونك في النساء قل الله يفتيكم ചുണ്ട് പൂട്ടണം. മീമിന്റെ നിയമം പറഞ്ഞു ഓർമ്മ ഉണ്ടാവണം. മീമ് അറിയാതെ ചുണ്ട് പൂട്ടാത്ത രൂപത്തിൽ യുഫ്തീകും ഫീ എന്നറിയും. അവിടെ മീം ഉച്ചരിച്ചുകൾ എന്ന തോന്നൽ നമുക്ക് ഉണ്ടാവും, ഉച്ചരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത് ഉറപ്പ് വരുത്തുക. യുഫ്തീകും ഫീഹിന്ന വമാ യുത്ലാ അലൈക്കും ഫിൽ കിതാബ് وما يتلى عليكم في الكتاب في يتامى النساء اللاتي لا تؤتونهن ما كتب لهن وترغبون أن تنكحوهن والمستضعفين من البلدان وأن تقوموا لليتامى بالقسط وما تفعلوا من خير فإن الله كان به عليما. ويستفتونك في النساء قل الله يفتيكم فيهن وما يتلى عليكم في الكتاب في يتامى النساء اللاتي لا تؤتونهن ما كتب لهن
والمستضعفين من الولدان وأن تقوموا لليتامى بالقسط وما تفعلوا من خير فإن الله كان به عليما വഇനി ഇം എന്ന് വായിക്കരുത്, വൈനി ഉ വൈനി ആ എന്നും വായിക്കരുത്. ആ വസലിന്റെ വഇനി കഴിഞ്ഞിട്ടുള്ള അടുത്ത വരിയിലുള്ള ആ വസലിന്റെ ഹംസ, ആ അലിഫ് ഉണ്ടല്ലോ, അലിഫിന്റെ മുകളിൽ ചെറിയൊരു ചിഹ്നം ഉണ്ടല്ലോ, അത് ഉച്ചരിക്കുകയില്ല, അത് പറയൂല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പലപ്പോഴും അത് നമ്മൾ ആ ഈ എന്നൊക്കെ സാധാരണക്കാരായ ആളുകൾ ചിലപ്പോൾ ചില ആളുകളെങ്കിലും വായിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ അലിഫ് വായിക്കൂലാന്ന് ഇഞ്ഞത് വായിക്കാൻ പാടില്ല. ഒന്ന് ഓതി നോക്കി. ഇനിയും അതിങ്ങോട്ട് പറയാനൊരു പിന്നെ ചിലപ്പോ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ആവുമോ എന്നുള്ളൊരു ബേജാറുകൊണ്ടാണ്. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർക്ക്, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ആവുമോ, അത് വേണ്ടാന്ന്. ആ അക്ഷരം ഉച്ചരിക്കാൻ പാടില്ല, അത് ഒഴിവാ, അതില്ലാത്തതുപോലെ പറയാം. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب. ഇങ്ങനെ മുതൽ ഒന്ന് നോക്കിക്കളി, മുസാഫത്ത് മറിച്ചു നോക്കി, തബ്ബത്ത് ഒന്ന് മറിച്ചു നോക്കി. അവസാനത്തെ പേജ് ഉണ്ടല്ലോ, അതിന് മുമ്പത്തെ പേജ് സൂറത്തുൽ മസദ് ഒന്ന് മറിച്ചു നോക്കി. അവിടെ ഓതുമ്പോ നമ്മളെങ്ങനെ ഓതല്, നമ്മളെ ക്ലാസ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ക്ലാസ് കേട്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓതി പരിചയമുള്ള ആൾക്കാർക്കൊക്കെ വിഷയം ഉണ്ടാവില്ല. അവിടെ വമ്ര എന്ന് പറഞ്ഞാലും അമ്ര എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അമ്ര എന്ന് പറയരുത്, മനസ്സിലാകുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഈ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞെന്ന് പിന്നെ നമ്മളൊക്കെ എല്ലാവരും ഇങ്ങനെ ഓതുന്നു ആ രൂപത്തിലല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടും പിന്നെയും ആ രൂപത്തിൽ ഓതുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പൊ അതൊന്ന് മാറ്റണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. وإن امرأة خافت من بعلها, നമ്മൾ പറഞ്ഞൊരു കാര്യം, നമുക്ക് അറിയാത്ത ആ ഒരു വിഷയം കൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ ഓതി പോകുന്നത്. അപ്പൊ അത് നമ്മളത് മാറ്റം വരുത്തണം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഓതിയത് ചിലപ്പോൾ അങ്ങനെ ഓതി പോയിട്ടുണ്ടാകുമ്പോൾ അല്ലാഹു തആല ഒക്കെ പുറത്ത് പരിഹരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് ഓതിയതൊക്കെ നല്ല നിയ്യത്തോടു കൂടെ ആയിരിക്കും. ഞാൻ ഇപ്പൊ ഈ ക്ലാസ് എത്തുന്നുണ്ടെങ്കിലും ഒരുപാട് നല്ല ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഓതുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ അതിലൊക്കെ പേവകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഓതുന്നതും നിങ്ങൾ ഓതുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഇപ്പൊ കുറച്ചൊക്കെ പിന്നെ നമുക്ക് ഉള്ളതിനനുസരിച്ച് നമ്മൾ ഓതെങ്കിലും പിന്നെ പ്രേക്ഷകരായ നമ്മളൊക്കെ ഒരുപാട് ആളുകൾ, ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാര് യുവാക്കളും അതുപോലെ തന്നെ യുവതികളൊക്കെ നമ്മളെ ക്ലാസ് കേൾക്കുന്നവരൊക്കെ ഉണ്ട്. നല്ല ആത്മാർത്ഥതയോടുകൂടെ വിശുദ്ധ ഖുർആനോടുള്ള ആ ഒരു ബഹുമാനത്തോടുകൂടെ അള്ളാഹുവിന്റെ കലാമാണെന്നുള്ളതായ ആ ഒരു ഉദ്ദേശത്തോടുകൂടെ ധാരാളം ഖത്മുകളും ധാരാളം ഓതുന്നതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ഓത്തും ഈ ഞാൻ ഓതുന്ന ഓത്തും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താണ്? ഇഖ്ലാസിൽ വരുന്ന ആ ഒരു മാറ്റം, ആ തഖ്വയിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പൊ അത് അല്ലാഹു തആലയോട് നമ്മളൊക്കെ എപ്പോഴും പറയണം. പറഞ്ഞാലില്ലെങ്കിലും അല്ലാഹു തആല ഗഫൂറാണ്, ഗഫാറാണ്, ഓൻ പുറത്തു തരും. നമ്മളെ നിയ്യത്ത് നന്നായാൽ മതി. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാ, പഠിച്ചോനെ ഞാൻ ഇങ്ങനെ ഓതിയിട്ടുണ്ട്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മളത് കഴിയുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിന്നെ അപേക്ഷിച്ച് കുറവാണെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നീ പൊരുത്തപ്പെട്ട് നീ അതൊക്കെ പരിഹരിച്ച് പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ എന്ന് ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മളിൽ നിന്നൊക്കെ ക്ലാസ് എടുക്കുന്നതും കേൾക്കുന്നതും ഓതുന്നതും ധാരാളം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ. അല്ലാഹു തആല എല്ലാവരുടെയും നമ്മിൽ നിന്നൊക്കെ പരിപൂർണമായിട്ടും കബൂൽ ചെയ്യട്ടെ. നമ്മളൊക്കെ നല്ല ഇഖ്ലാസോടുകൂടെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ്
പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ ആ ഓതുന്ന സമയത്ത് നല്ല ഇഖ്ലാസോടു കൂടെയാണ് ഓതുന്നത്. അതിന്റെ പുറമെ ആ ഒരു നിയമം കഴിവിന്റെ പരമാവധി ഒക്കെ പാലിച്ചുകൊണ്ടൊക്കെ ഓതുമ്പം അതിന് വല്ലാത്തൊരു ഭംഗി, പടച്ച റബ്ബിന് കൂടുതൽ ഇഷ്ടം അള്ളാഹ്ക്കുണ്ടാവും. അള്ളാഹു താല അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. അതിന് ഈ ക്ലാസ് കാരണമാകുമെങ്കിൽ അള്ളാഹു താല അതൊക്കെ സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു താല ധാരാളമായിട്ട് പാരായണം ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇനി ഒരു മാറ്റം നമ്മൾ വരുത്തണം, ഓത്തിൽ അത് കൊണ്ടുവരണം. നമ്മൾ ക്ലാസ് കേട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, അത് നമ്മൾ മാറ്റം വരുത്താനൊക്കെ എന്ത് ചെയ്യാ, നമ്മൾ മുതിരുക. മാറ്റം വന്ന് തുടങ്ങിയോ ഇല്ല എന്നൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഒരിക്കലും തന്നെ കൂടുതലായിട്ട് ഫാസ്റ്റായിട്ട് ഓതരുത്. നമ്മൾ ഓതുന്ന സമയത്ത് എന്ത് ചെയ്യുക, പരമാവധി സ്ലോ ആക്കിക്കൊണ്ട് നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. ഇൻഷാ അല്ലാഹ്. അപ്പൊ പറഞ്ഞ വിഷയം ഞാനത് വീണ്ടും വിഷയം പറഞ്ഞത്, ചിലപ്പോൾ ചില സമയത്ത് പറയുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് ആ ഭാഷയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ആരും നമ്മളോടുള്ള നമ്മൾ അങ്ങനെ തെറ്റുകാരാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞതെന്നല്ല. അപ്പൊ നമ്മളതൊക്കെ മാറ്റം വരുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രം പറയുന്നതാണ്. ഏതെങ്കിലും രൂപത്തിൽ ആരെങ്കിലൊക്കെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാത്തത് കൊണ്ടല്ലേ എന്നുള്ളതായി തോന്നലൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഒക്കെ പൊരുത്തപ്പെട്ടു തരും. അല്ലാഹു തആല പൊരുത്തപ്പെട്ട് തരട്ടെ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് വീണ്ടും പറയുന്നത്. ഇൻഷാ അല്ലാഹ്. وإن امرأة خافت من بعلها نشوزا وإن വസിലിന്റെ ഹംസ ഒഴിവായി. വഇനിംറഅത്തുൻ അവിടെ തൻവീനാണ്, തൻവീന് ശേഷം ഖ വന്നു. ഖ ഇദ്ഹാർ അക്ഷരമാണ്. ഹംസ ഹ ഖ. വഇനിംറഅത്തുൻ ഖാഫത് മിൻ ബഅലിഹാ നുശൂസാ. നമ്മൾ ഈ പറഞ്ഞ അക്ഷരം ഉണ്ടല്ലോ, ഈ അക്ഷരം നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഇന്ന അക്ഷരങ്ങളെ കാണുന്നത് മനസ്സിലാക്കി വെക്കുക. കാണാതെ പഠിച്ചുകൊണ്ട് ചിലപ്പോൾ അത് ഉപയോഗത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഒരു പ്രാവശ്യം കേട്ടു, പിന്നെയും കേൾക്കും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കേട്ട് മാത്രം പോരാ, അത് നമ്മൾ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അക്ഷരം തിരിഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ ഇദ്ഹാറാണ് എന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സമയം വരും. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. ശാരീരികമായിട്ട് പ്രയാസങ്ങളുള്ളവരുണ്ട്, വൈകല്യങ്ങൾ ഒക്കെ, ചെറിയ പ്രയാസങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. പഠിക്കുന്ന വിഷയത്തിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യത്തിലൊക്കെ അല്ലാഹു തആല എല്ലാവർക്കും ഖൈറ് പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ ഖുർആനൊക്കെ മനോഹരമായി പാരായണം ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പോ ഇത് ഇദ്ഹാർ അക്ഷരമാണ്. خافت من بعلها نشوزا أو إعراضا فلا جناح عليهما أن يصلحا بينهما صلحا والصلح خير. നേരത്തെ പറഞ്ഞു റാഇന് സുക്കൂന് മുമ്പ് യാഇന് സുക്കൂന്, അതിന്റെ മുമ്പ് ഫത്ഹ്. ഖൈർ, റാഇന് തർക്കീക്ക് ചെയ്യണം, മദ്ദലീന് വരുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കാം. وأحضرت الأنفس الشح ഷുഹ് എന്നല്ല, ഷുഹ് അത് അല്പം റസിയ. ഷുഹ് എന്നല്ല. وأحضرت الأنفس الشح وإن تحسنوا وتتقوا فإن الله كان بما تعملون خبيرا. وإن تحسنوا അവിടെ ഒരു അലിഫുണ്ട്, അലിഫിന്റെ മുകളിൽ 0 മാർക്ക് ഉണ്ട്, ഉച്ചരിക്കൂല എന്നർത്ഥം. അത് ഒരുപാട് സ്ഥലത്ത് വരും. മണിക്കണ്ട. അവിടെ ഇദ്ഹാർ ചെയ്യണം. وإن امرأة خافت من بعلها نشوزا أو إعراضا
فلا جناح عليهما أن يصلحا بينهما صلحا والصلح خير وأحمرت الأنفس الشح وإن تحسنوا وتتقوا فإن الله كان بما تعملون خبيرا ولن تستطيعوا أن تعدلوا بين النساء ولو حرصتم فلا تميلوا كل الميل فتذروها كالمعلقة وإن تصلحوا وتتقوا فإن الله كان غفورا رحيما ولن تستطيعوا أن تعدلوا بين النساء ولو حرصتم فلا تميلوا كل الميل فتذروها كالمعلقة وإن تصلحوا وتتقوا فإن الله كان غفورا رحيما وإن يتفرقا يغن الله كلا من سعته തൻവീനേഷം മീമൊന്നു നൗമി മീൻ സഅതി ഇഖ്ഫജന സഅതി നിർത്തുമ്പോൾ ഹ ആണ് ഹായിന് സുക്കൂൻ കൊടുക്കുക സഅതി വകാന അല്ലാഹു വാസിഅൻ ഹകീമാ وإن يتفرقا يغن الله كلا من سعته وإن يتفرقا يغن الله كلا من سعته وكان الله واسعا حكيما 130 വരെയാണ് ഓതിയിട്ടുള്ളത്. 114 മുതൽ 130 വരെയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നല്ല ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ധാരാളം കാലം ദീനിന് വേണ്ടി ഖിദ്മ ചെയ്യാൻ, സേവനം ചെയ്യാൻ നമുക്കൊക്കെ എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും ഖുവ്വത്തും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ഖബറിലേക്ക് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ കുടുംബക്കാർ, അയൽവാസികൾ, കൂട്ടുകാർ, മക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, അതുപോലെ തന്നെ സഹോദരന്മാർ, അതുപോലെ തന്നെ മക്കൾ, പേരമക്കൾ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ മരണപ്പെട്ടവരൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവിടെയൊക്കെ ബർസഖിയായ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾ എല്ലാവിധ സന്തോഷങ്ങൾക്കും കാരണക്കാരായ മാതാപിതാക്കൾ, അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർ, പറയപ്പെട്ടവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, സഹകരിച്ചവർ, സഹായിച്ചവർ റഹ്മാനെ റബ്ബെ എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. അവരൊക്കെ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനെ. റബ്ബ് നമ്മളൊക്കെ എപ്പോഴും ഓർക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ പൂർവികരായ മഹത്തുക്കളായ ആളുകളെ നമ്മളൊക്കെ നമ്മിൽ നിന്ന് നമ്മളെ നാമാക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ പ്രയത്നിച്ചവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടവർക്ക് ഖബറിടം അല്ലാഹു തആല സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കട്ടെ റഹ്മാനെ റബ്ബെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ എല്ലാ നിലക്കും ഖൈറും ബറകത്തും, പ്രത്യേകിച്ച് ഇബാദത്തിലുള്ള ബറകത്ത്, ഞങ്ങൾ ആരോഗ്യത്തിലുള്ള ബറകത്ത്, ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രവർത്തനങ്ങളിൽ റഹ്മാനെ റബ്ബെ, ഞങ്ങളുടെ വാക്കുകളിൽ, ഞങ്ങളുടെ അമാലുകളിൽ റഹ്മാനെ റബ്ബെ നീ ബറകത്ത് നൽകണം റഹ്മാനെ. കുടുംബത്തിൽ, കുടുംബ ജീവിതത്തിൽ, മക്കളിൽ റഹ്മാനെ റബ്ബെ, പേരമക്കളിൽ, ഭാര്യ ഭർത്താക്കന്മാരിൽ, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും, എല്ലാവിധ സംരംഭങ്ങളിലും, കച്ചവടങ്ങളിൽ, അതുപോലെ തന്നെ സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്നവർ റഹ്മാനെ റബ്ബെ, ഞങ്ങളെ മക്കളെ പോറ്റി വളർത്തുന്ന മാതാപിതാക്കൾ റഹ്മാനെ റബ്ബെ, സഹോദരിമാര്, നമ്മളെ പ്രേക്ഷകരായ ഒരുപാട് ആളുകളും, ഉപ്പമാരും, ഉമ്മമാര്, സഹോദരിമാര്, യുവാക്കൾ, യുവതികൾ റഹ്മാനെ റബ്ബെ എല്ലാവർക്കും നീ എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകണം റഹ്മാനെ. ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഈ ഓതിയതിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും, സർവ്വ ഉദ്ദേശങ്ങളും, എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഒരുപാട് ആളുകൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ. അതിനുവേണ്ടി എല്ലാവിധ
അതിന് തയ്യാറെടുപ്പും ചെയ്തവരുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്കും ഈ വർഷം അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിലൊക്കെ ആയിട്ട് ഹജ്ജ് ഉംറയൊക്കെ നിർവഹിക്കാനൊക്കെ ഉള്ള തൗഫീഖും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് ഒന്ന് സിയാറത്തൊക്കെ ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ രോഗങ്ങളും നീ പരിപൂർണമായിട്ടും ശിഫ നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ ശ്വാസമുട്ടലുമായി ബന്ധപ്പെട്ട ഒരു സഹോദരി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ പരിപൂർണമായിട്ടും ശിഫ നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്, ഒരുപാട് രോഗമുള്ളവരുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവരുടെയും രോഗങ്ങൾ നീ പരിപൂർണമായിട്ടും ശിഫ നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ റഹ്മാനെ, ആജിലായ ശിഫ നൽകണേ റഹ്മാനെ. ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട് പരിപൂർണ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ ആഖിബത്താണ് റഹ്മാനെ റബ്ബെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനിലായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി ഞങ്ങളെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമുഖം ദർശിച്ചുകൊണ്ട് മരണപ്പെടാനൊക്കെ ഉള്ള തൗഫീഖ്. നിന്റെ യഥാർത്ഥ നിന്റെ മുത്തഖീങ്ങൾ എങ്ങനെയാണ്, നിന്റെ സ്വാലിഹീങ്ങൾ എങ്ങനെയാണോ മരണപ്പെട്ടത് വഫാത്തായത് റഹ്മാനെ റബ്ബെ, അതുപോലെ അവരുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്കും മരണപ്പെടാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്ത റഹ്മാനെ. നീ തൗഫീഖ് പ്രദാനം ചെയ്ത റഹ്മാനെ. ദഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس، ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء، ومن يشرك بالله فقد ضل ضلالا بعيدا. إن يدعون من دونه إلا إناثا وإن يدعون إلا شيطانا مريدا لعنه الله وقال لأتخذن من عبادك نصيبا مفروضا ولأضلنهم ولأمنينهم ولآمرنهم فليبتكن
آذان الأنعام فليبتكن آذان الأنعام ولآمرنهم فليغيرن خلق الله ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا يعدهم ويمنيهم وما يعدهم الشيطان إلا غرورا أولئك مأواهم جهنم ولا يجدون عنها محيصا والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا وعد الله حقا ومن أصدق من الله قيلا ليس بأمانيكم ولا أماني أهل الكتاب من يعمل سوءا يجز به ولا يجد له من دون الله وليا ولا نصيرا ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا ولله ما في السماوات وما في الأرض وكان الله بكل شيء محيطا ويستفتونك في النساء قل الله يفتيكم فيهن وما يتلى عليكم في الكتاب في اليتامى النساء اللاتي لا تؤتونهن ما كتب لهن وترغبون أن تنكحوهن والمستضعفين من البلدان وأن تقوموا لليتامى بالقسط وما تفعلوا من خير فإن الله كان به عليما وإن امرأة خافت من بعلها نشوزا أو إعراضا
فلا جناح عليهما أن يصلحا بينهما صلحا والصلح خير وأحضرت الأنفس الشح وإن تحسنوا وتتقوا فإن الله كان بما تعملون خبيرا فإن الله كان بما تعملون خبيرا ولن تستطيعوا أن تعدلوا بين النساء ولو حرصتم فلا تميلوا كل الميل فتذروها كالمعلقة وإن تصلحوا وتتقوا فإن الله كان غفورا رحيما وإن يتفرقا يغن الله كلا من سعته وكان الله واسعا حكيما وكان الله واسعا حكيما صدق الله العلي العظيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.